ظلماته والليل دجى من وفرته. الله 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 الله. فأقر رسلا أهدى السبل هذه الأمم لشريعته. الله 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 الله. اللهم انصرنا وإياهم برحمتك يا خير الناصرين. اللهم إنا نسألك في القاضية المعظمة وبفضل ما تعالنا من القرآن العظيم أن تبارك لنا في كل أمورنا لا سيما في أمرنا هذا بركة رحمة الله إنك على كل شيء قدير. اللهم انصر لنا لا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان. فبأي آلاء ربكما تكذبان. എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിറോസ് ഖാൻ പുത്തനങ്ങാടി അവർ അദ്ദേഹത്തിന് എന്റെ സ്വന്തം പേരിലും ഈ സമാജത്തിന്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആത്മസംസ്കരണം എന്ന വിഷയവുമായി അധികരിച്ച് മഹത്തായിരിക്കുന്ന യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താമെന്നേറ്റ ബഹുമാനപ്പെട്ട അവർ അദ്ദേഹം എന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം എന്നിവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിന് അദ്ദേഹത്തെ സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മുസ്ലിമിന്റെ യുവത്വ ജീവിതം എന്ന വിഷയവുമായി അധികരിച്ച് പ്രസംഗിക്കാമെന്നേറ്റ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ, അതുപോലെ തന്നെ നിസ്കാര മഹാത്മ്യം എന്ന വിഷയവുമായി അധികരിച്ചുകൊണ്ട് പ്രസംഗിക്കാമെന്നേറ്റ ബഹുമാനപ്പെട്ട അനസ് മുസ്ലിയാർ അവർ, അതുപോലെ തന്നെ അലാമത്തിനും ഖിയാമ പ്രവർത്തനത്തെ ഞാൻ കുറ്റപ്പെടുത്തല്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകണം. ഒരുപക്ഷെ നിങ്ങളുടെ ഉസ്താദുകളെ ഇല്ലാത്തത് തന്നെ ഉസ്താദിന്റെയും കൂടിയിട്ട് ഉസ്താദിന്റെ ശൂന്യത അത് പരിപൂർണമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഭാവിയിലേക്കുള്ള ശൂന്യതയാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഉസ്താദുമാരുടെ ദിശയിൽ നിങ്ങളൊരു വിശേഷ ഗ്രന്ഥമായിട്ട് അപഹരിച്ചുകൊണ്ട് അതിനെ ഇവിടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കേവലം ഒരു നാലാളുകളെല്ലാം നിൽക്കുന്നത് മറിച്ച് വലിയൊരു സദസ്സിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കാരണം നാളെ വിജ്ഞാനത്തിന്റെ പതാക കൊണ്ട് ചിന്താഭാഗത്തേക്കേണ്ട ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ. ഈ സമൂഹം, ഈ സമുദായം, ഈ മഹല്, ഈ ജനങ്ങളെല്ലാം നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും നിങ്ങൾ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും നമ്മുടെ മഹത്വം കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധതയുടെ കാവൽ ഭടന്മാരാണല്ലോ നിങ്ങളെന്ന ഉത്തമ ബോധത്തോടു കൂടിയാണ്. ആ കാവൽ ഭടന്മാർ എങ്ങനെയാണ് സമാജം നടത്തേണ്ടത്, അതിൻ്റെ ഭവ്യതയോടുകൂടി അതിൻ്റെ ഭംഗിയോടുകൂടി നിങ്ങൾ നടത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വിജയം കൈവരിക്കാൻ സാധിക്കും. ഏത് വിഷയമാണെങ്കിലും ശരി, എന്തൊരു കാര്യമാണെങ്കിലും ശരി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കാണാൻ കഴിയും. ഇത് 5-6 മുതലാണ് ഞാൻ പ്രത്യേകിക്കുന്നത് ബോധം എനിക്കുണ്ട്. എങ്കിലും ഞാനൊരു സദസ്സനെയാണ്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നിലനിന്ന് നിൽക്കുന്ന ഒരു സദസ്സനെയാണ് ഞാൻ പ്രതിനിധിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. കാരണം നിങ്ങൾ നാളെ ഒരുപാട് ആളുകളെ കാണേണ്ടവരാണ്, ആളുകൾ മറ്റുള്ളവരെ കാണേണ്ടവരാണ്. അങ്ങനെ ഒരുപാട് ശിക്ഷഗണങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള നിങ്ങളെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളാണെന്ന് ഉത്തമ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാഷണത്തിന്റെ അതിന്റെ വിശ്വാസത്തോടെ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ അതിനെ കാണുകയും അത് പഠിക്കുകയും ചെയ്യണം. അത് മാത്രമല്ല, ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഏറ്റവും മധുരം, ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ജീവിതമാണ്. ക്യാമ്പസ് അല്ലെങ്കിൽ നമ്മുടെ ദർസ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതെങ്ങനെ ആസ്വദിക്കണം, അതിൻ്റെതായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള നിയന്ത്രണ രേഖയിൽ നിന്നുകൊണ്ട് അതിന്റെ ആസ്വാദനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്
ഇത് ഏതോ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാത്രമല്ല, എനിക്കുള്ളതാണ് ഉത്തമ ബോധത്തോടു കൂടി നാളേക്കുള്ളൊരു പരിജ്ഞാനം കൂടി നമ്മൾ കരുതിക്കണമെന്ന ഉത്തമ ബോധത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഈ കാര്യത്തെ ഓരോ മാറ്റി കാണേണ്ടത്. നമ്മൾ ചിന്തിക്കുക, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സമയം വളരെ കുറവാണ്, പുതുമയാണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സമയത്തെല്ലാം പ്രഭാഷണത്തിൽ തന്നെ എന്റെ പ്രസംഗം ഇതിൽ എങ്ങനെ വ്യത്യസ്തമാക്കാം, മറ്റുള്ളവരെ കാണുവാൻ എങ്ങനെയാണ് വ്യത്യസ്ത വരുത്തുന്നതെന്ന ഒരു ചിന്തയോടുകൂടി വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ, വ്യത്യസ്തമായ രീതികൾ എല്ലാം അവലംബിക്കുമ്പോഴായിരിക്കും അവൻ പരിപൂർണമായിട്ടുള്ള പ്രഭാഷകനോ എഴുത്തുകാരനോ ചിന്തകനാകുക. ഈ 10ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഞാൻ അത്ര ഭാഗ്യവാനാണ്. പരിപൂർണമായിട്ടും ഞാൻ പറയുന്നു, ഈ ചെറിയ സദസ്സാണെങ്കിലും ഞാൻ മഹാഭാഗ്യം ചെയ്തതാണ്. ഈ സദസ്സിന് ഞാൻ അപ്രത്യക്ഷമായ പ്രഭാഷണങ്ങളിലെ അപ്രത്യക്ഷമായ ശക്തിയാണെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു കാരണമാണ് ചേരുന്ന ആത്മസംതൃപ്തി, ആത്മനിർവൃത്തിയോട് കൂടി ഞാൻ നിങ്ങളുടെ ഈ സമാജത്തിന് 10ാം വാർഷിക സമാജത്തിന് 1000മല്ല, ലക്ഷമല്ല, കോടിക്കണക്കിന് വിദ്യാശംസകൾ ഉണർത്തിക്കൊണ്ട് പാടുന്നത് എന്താണ്? എന്റെ യുവത്വകാലം എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ യുവത്വത്തോട് എനിക്ക് പറയാമായിരുന്നു എന്റെ വാർദ്ധക്യത്തിന്റെ അനാഹസമായ ഒരു അവസ്ഥയെ കുറിച്ച് എനിക്ക് പറയാമായിരുന്നു എന്ന കവി നമ്മോട് ഉണർത്തുമ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്റെ യുവത്വം, ആ യുവത്വം കഴിഞ്ഞുപോയി. ആ യുവത്വം കഴിഞ്ഞുപോലോടുകൂടി എന്റെ ശരീരത്തിന്റെ ശേഷി കുറഞ്ഞുപോയി, എന്റെ മുഖങ്ങൾ ചുരുങ്ങിപ്പോയി, എന്റെ സുന്ദരമായ പല്ലുകൾ കുറഞ്ഞുപോയി, എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുപോയി, എന്റെ ചെവിയുടെ കേൾവി കുറഞ്ഞുപോയി. അങ്ങനെ അവന്റെ യുവത്വം അങ്ങ് നശിച്ചു. അവൻ മരണത്തിലേക്ക് അങ്ങ് വാർദ്ധക്യ വഴി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കവി നമ്മോട് പഠിപ്പിക്കുന്നുണ്ടാ ആ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, യുവത്വമേ എന്റെ വാർദ്ധക്യമുണ്ടല്ലോ, ആ വാർദ്ധക്യത്തിൽ എനിക്ക് യുവത്വത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയില്ലേ, എന്റെ യുവത്വം എനിക്ക് വളരെ അസുഖങ്ങൾ നൽകി, വാർദ്ധക്യം കൊണ്ട് എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. خير النبي أنت منزلنا لك من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير هسر بعد لك بحبه يا سيدي خير النبي إننا نرجو إلى فوز هولك للعطاء يوم الهجر كتاب يا سيدي. ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണ് ജനങ്ങളും. വസിക്കുന്ന ഭൂമിയിലെത്ര ചുവടുകളുണ്ട്, വടിനടിയിൽ എത്ര കബറുകളുണ്ട്. നേതാക്കളും അതിലുണ്ട്, ആലിമുമുണ്ട്, ജഡവീരരുണ്ട്, പ്രഭുക്കളും പലരുണ്ട്. യുവാക്കളും അതിലുണ്ട്, യുവതികളുണ്ട്, മാതാപിതാക്കളും എത്രയോ അതിലുണ്ട്. സുഖലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ, സുബ്ഹാന റബ്ബി മുഴുവനും പോയില്ലേ.
മണ്ണിനടിയിൽ താമസമായില്ലേ, പുല്ലും മുളച്ചാൽ കബർ കാടായില്ലേ. ഇന്നല്ല എങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലയോ അതിനുള്ളിലും. പറമ്പിരിച്ചും വിരിച്ചെങ്കിൽ നടക്കുന്ന സുജാത്ത് നമുക്കുണ്ട് നാട്ടില്. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടില്. ഇഷ്ടജനങ്ങളെ വെട്ടി വിരിഞ്ഞ് കട്ടിലായി പോകുമ്പോൾ ഉച്ചവരെല്ലാം കരണം മുട്ടി കരഞ്ഞം നകരുമ്പോൾ ഗൃഹത്തിലെ തന്നെ പറയുന്നു വഫാത്തിന്നേരം നമ്മെ ഓർത്ത് കരഞ്ഞതാ യാ നബിയേ ആശികീങ്ങൾ പാടിടുന്നേ യാ നബിയേ യാ നബിയേ ആശികീങ്ങൾ പാടിടുന്നേ പുണ്യകാബത്തിൻ ചരിതം കേട്ടോ മുക്തിൻ സ്നേഹം തോളുമുള്ള ത്യാഗം കേട്ടോ പുണ്യകാബത്തിൻ ചരിതം കേട്ടോ മുക്തിൻ സ്നേഹം തോളുമുള്ള ത്യാഗം കേട്ടോ ഉഹദിൻ കുഞ്ഞിൻ മുൻപല്ലൊന്നൊരു തൊട്ട് പൊടിഞ്ഞതിനാൽ നൊമ്പരമാരെ കുത്തിയുടച്ചവളാൽ നോക്കിന്നാൽ കാണുവാൻ പോകും കാലം ഞാൻ കരഞ്ഞു കലങ്ങിയ നൊമ്പരമാരെ സവിധം വന്നവരെ യാ നസീബേ ആശികീങ്ങൾ പാടിടുന്നേ ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പം കൽബകമുള്ളവരെ മുത്ത് ഹബീബ് മറന്നു പോയി സ്നേഹനിലാവും വിളിക്കോ തിരുനബിയാരെന്നറിയും രാജന്റെ കാണാനോ ചെമ്പകമേ നീതളുവിച്ചത് മുത്തിനു മുത്തി മണക്കാനോ പൂമുത്തിനു മുത്തി മണക്കാനോ പൂങ്കുയിലെ നീ പാട്ടുപാടിയതെന്റെ ഹബീബിലുറക്കാനും നീ എന്റെ ഹബീബിലുറക്കാനും പൂമയിലെ നീ പീലി വിടർത്തിയതായി പുഞ്ചിരി കാണാനും ആ പാൽ പുഞ്ചിരി കാണാനോ സാഗരമെത്തിയ തുള്ളിക്കളിക്കണതെന്തുവായി പുണരാനും ആ പൂവിൻ കുളിരവിക്കാനോ അമ്പലമുറ്റത്തമ്പിളി വന്നത് നമ്പിയരാജനെ കാണാനും നമ്പിയരാജനെ കാണാനോ ചെമ്പകമേ നീ ഇതൾ വിരിച്ചത് മുത്തിന മുത്തി മണക്കാനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പിരിഞ്ഞു പോകണമെന്നുണ്ട് കാപ്പിയും മറ്റ് പലഹാരങ്ങളും ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന്